മുടി വളർച്ചയ്ക്കും ശരീരത്തിന് നിറം വെക്കാനും ക്ഷീണം മാറാനും ഒക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു എള്ളുണ്ടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. എള്ള് മാത്രമല്ല, ഇതിനകത്ത് ശരീരത്തിന് വേണ്ടുന്ന ഒരുപാട് ഐറ്റംസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഗ്രാം അളവിലാണ് എള്ളെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 100 ഗ്രാം കപ്പലണ്ടി, അതുപോലെ തന്നെ 100 ഗ്രാം അണ്ടിപ്പരിപ്പ്, 100 ഗ്രാം ബദാം, ഒരു 150 ഗ്രാം അളവിൽ ഈന്തപ്പഴം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. എള്ള് കുറച്ച് നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി ഒരരിപ്പയിലേക്ക് മാറ്റി വെച്ചിരുന്നതാണ്. ജലാംശം എല്ലാം അത്യാവശ്യം മാറി വന്നതാണ്. ഇനി നമുക്കിത് ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എണ്ണയോ നെയ്യോ ഒന്നും ഒഴിക്കാതെ തന്നെ ഇത് നമുക്ക് ആ ചീനിച്ചട്ടിയിലിട്ട് നിന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനകത്തിൽ ഇനി അധികമായിട്ട് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വറ്റി എള്ളൊക്കെ ഇതുപോലൊന്ന് പൊട്ടി വരും. ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അംശം മാറണമെന്നുണ്ടെങ്കിൽ അരിപ്പയിൽ നിന്ന് നേരെ എടുത്ത് നമുക്ക് നല്ല വൃത്തിയുള്ളൊരു വെള്ള തുണിയിലേക്കിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കണം. അപ്പോഴേക്കും എള്ളിലെ ഈ ഒരു നനവൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അതിനുശേഷം വീണ്ടും എടുത്തത് ഇതുപോലൊന്ന് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും തുണിയിലൊന്നും ഇട്ടിട്ടില്ല, നേരിട്ട് തന്നെ ചീനിച്ചട്ടിയിലേക്കിട്ട് ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. ഇപ്പം എള്ളിലെ ജലാംശം എല്ലാം വറ്റി ഇതുപോലൊന്ന് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എള്ളങ്ങ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പലണ്ടിയോടൊപ്പം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുക്കാം. ഇതൊന്നും വേറെ വേറെ ആയിട്ട് വറുത്തെടുക്കേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങ് വറുത്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ചൂടായി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇതെല്ലാം അങ്ങ് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച എള്ളൊക്കെ ഒന്ന് ആറി തണുത്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതെല്ലാം തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ എള്ളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും കപ്പലണ്ടിയും എല്ലാം ചേർത്ത് ഇതിലേക്ക് അങ്ങ് വറുത്ത് പൊടിച്ച് ഒരുമിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരുന്ന 150 ഗ്രാം അളവിലെ ഈന്തപ്പഴമാണ്. അതും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ഒരു കുഴമ്പ് പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈന്തപ്പഴം ചേർക്കാത്തവരാണെങ്കിൽ നമുക്കിതിലേക്ക് ശർക്കര പാനിയാക്കി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ മധുരം മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർ ശർക്കര ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു മധുരം മാത്രമേ ഇതിലുണ്ടാവത്തുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. നമ്മൾ അരച്ച് ചേർത്ത ആ ഒരു ഡേറ്റ്സും അണ്ടിപ്പരിപ്പും ബദാമും എള്ളും കപ്പലണ്ടിയും എല്ലാം കൂടി നമുക്ക് ഇതുപോലെ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് ഏലക്കാപ്പൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ അങ്ങനെ ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വീണ്ടും ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം കൂടി ഉണ്ട പിടിക്കാനുള്ള ആ ഒരു പാകത്തിന് ആയി വന്നാൽ നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിപ്പം ഈന്തപ്പഴം ചേർത്തതുകൊണ്ട് തന്നെ അധികം നാൾ ഞാൻ ഇരിക്കുമെന്ന് പറയുന്നില്ല. കാരണം ഒരാഴ്ചയൊക്കെ ആയിരിക്കും ഇത് നമുക്ക് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്നത്. ഇനി ഇതെല്ലാം ശർക്കര ചേർത്തതാണെങ്കിൽ ചിലപ്പോഴും 1 മാസം വരെയൊക്കെ വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും. ഇതെന്തായാലും പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ്. ഭയങ്കര ബെനിഫിറ്റ് ഉള്ളൊരു ലഡുവാണ്. കുട്ടികൾക്കൊക്കെ പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും ഉത്തമമാണ്. കുട്ടികളുടെ ശരീരത്തിൽ നല്ല ബ്ലഡ് ഉണ്ടാവാനും മുടി വളർച്ചയ്ക്കും വിളർച്ച മാറാനും ഒക്കെ നല്ല ഒരു ലഡുവാണിത്. ഡെയിലി ഒരെണ്ണം വെച്ച് കഴിച്ചാൽ
ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തേക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി വെച്ച് കഴിക്കുക.